ക്രിസ്ത്യാനികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവനായ യേശു എന്ത് പിഴച്ചു എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് നിങ്ങൾ ബൈബിൾ വായിക്കണം. മത്തായി 10:34, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിരീക്കരുത്, നിരൂപിക്കരുത്. സമാധാനമല്ല വാളത്ര വരുത്തുവാൻ ഞാൻ വന്നത്. പിന്നെ എന്തുകൊണ്ട് യേശു യുദ്ധം ചെയ്തില്ല എന്ന് ചോദിക്കും. യുദ്ധം ചെയ്യാൻ കൂടെ ആരെങ്കിലും വേണ്ടേ? യേശുവിനെ പിടിച്ചിട്ട് കുരിശിൽ തറക്കുമ്പോൾ ശിഷ്യനെ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു ചങ്ങയിനെ. യേശുവിനെ ഒറ്റിക്കൊടുത്തതാരാ? യൂദാസ്. ആകെ 10 ശിഷ്യന്മാരുണ്ടായിരുന്നുള്ളൂ. അതിലെല്ലാവരും ഭീരുക്കളും ഒറ്റുകാരും ഒക്കെ ആയിരുന്നു. ഒറ്റെണ്ണത്തിന് ധൈര്യമില്ല. ഇപ്പോൾ ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ, ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ ധൈര്യം വേണം. അത് കൂടെയുള്ള ഒരുത്തനുമില്ല. ഒരാളെങ്ങനെയാണ് യുദ്ധം ചെയ്യുക? യുദ്ധം ചെയ്യാൻ 2-3 ആൾക്കാരെങ്കിലും വേണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റുകാരും വഞ്ചകരുമാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ. പത്രോസായിരുന്നിട്ട് ആദ്യത്തെ പോപ്പ്. യേശുവിനെ തള്ളി പറഞ്ഞ ആളാണ്. എനിക്ക് യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ആൾക്കാരിൽ നിന്നും രൂപപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ക്രിസ്തീയ വിശ്വാസമെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നാട്ടുകാരുടെ മുന്നിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ.